ദൈവനാമം മഹത്വം ഉണ്ടായിരിക്കട്ടെ. ചില കാര്യങ്ങൾ എനിക്ക് അനുഭവം ഉള്ളതുകൊണ്ട് ഞാൻ നിങ്ങളോട് വ്യക്തമായി പറയുന്നുണ്ട്. ഈ മാനസിക രോഗം ഇന്ന് എല്ലാ മതവിഭാഗങ്ങളിലും ഈ രോഗത്തിൻ്റെ വേരുകളുണ്ട്. മാനസിക രോഗം നമ്മുടെ പെന്തക്കോസ്ത് സമൂഹത്തിൽ സംസാരിച്ചാൽ അതൊരു ഭൂതബാധയാണെന്ന് പറഞ്ഞ് തെറ്റിദ്ധാരണകൾ വരുത്തിക്കൊണ്ട് നടക്കുന്ന ഒരു സമൂഹം തന്നെയാണ് ഈ പെന്തക്കോസ്ത് സമൂഹം. എല്ലാവരും അങ്ങനെയല്ല, ചില ആളുകൾ. ഞാൻ ഇവിടെ നിങ്ങളോട് ഇങ്ങനെ പറയുന്നത് എന്താണെന്ന് നിങ്ങൾക്ക് ഒരുപക്ഷെ തോന്നിയിരിക്കാം. കാരണം എനിക്ക് ഒത്തിരി അനുഭവങ്ങളുണ്ട്. ഈ പെന്തക്കോസ്ത് സമൂഹത്തിലെ ചില കാര്യങ്ങളും ചില വിഷയങ്ങളും ചില സംഭവങ്ങളായിട്ട് എനിക്കത് പരിചയമുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ പറയുന്നത്. കാരണം പലവരോടും ചോദിച്ചാലും പല ആളുകളും ചോദിച്ചാലും ഈ മാനസിക രോഗം എന്താണെന്ന് വെച്ചാൽ അവർക്കറിയത്തില്ല. അവർക്കറിയാവുന്ന ഒരു കാര്യമുണ്ട്. ബൈബിൾ വചനം എടുത്ത് കാണിച്ചു വരും, ഇത് ഭൂതബാധയാണ്, ഇത് പ്രാർത്ഥിച്ചാൽ മാറും. പ്രാർത്ഥിച്ചാൽ മാനസിക അസുഖം മാറും എന്ന് ചോദിച്ചാൽ മാറും. പക്ഷെ അതിന് മരുന്നും കഴിക്കണം. ഈ മരുന്ന് എന്നത് പല പെന്തക്കോസ്ത് സമൂഹത്തിനും ഇന്ന് മരുന്ന് തൊട്ടുകൂടാത്ത വസ്തു തന്നെയാണ്. കാലം ചില പുരോഗതി വരുത്തിയിട്ടുണ്ടെങ്കിലും മരുന്ന് കഴിക്കുന്നതിന്, എന്നാലും ചില പെന്തക്കോസ്ത് സഭാവിഭാഗങ്ങളിൽ മരുന്ന് ഇപ്പോഴും അലർജിയാണ്. അതിൻ്റെ ഒരു ഉദാഹരണം തന്നെയാണ് നമ്മുടെ ഈ ഗിൽഗാലിൽ അവർ ഏറ്റെടുത്ത ഒരു മോളി എന്ന 3 കുടുംബത്തിലെ അവർ 3 പേരുണ്ട്. അവർ ചേച്ചിയുണ്ട്, അവർ സഹോദരനുണ്ട്. മോളി ഒരു പെന്തക്കോസ്തുകാരിയാണ്. പക്ഷെ മോളിയെക്കുറിച്ച് നമുക്ക് സംസാരിക്കുമ്പോൾ അത് ഒത്തിരി പറയണം എന്ന് തോന്നിപ്പോയി. ആദ്യം മോളിയിൽ നമുക്ക് തുടങ്ങാം. അവർ 15 വർഷത്തോളം ഒരു മുറിയിൽ തന്നെ അഭയം തേടിയിരിക്കുന്നു. അവർ പത്തനംതിട്ട സ്വദേശിയാണ്. അപ്പോൾ അവരെ മൂത്ത ചേച്ചി അതൊരു പട്ടാള ഉദ്യോഗസ്ഥയായിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. ഒരു സഹോദരനുണ്ട്. ആ മോളി എന്ന സ്ത്രീ, ആ ചേച്ചിക്ക് അവരൊരു ഉദ്യോഗസ്ഥക്കാരിയായിരുന്നു. ഡൽഹിയിലായിരുന്നു. അവർക്കെന്തോ ജോലിയുണ്ട് എന്നാണ് ആ വീഡിയോ പറയുന്നത്. അവർ ആ മുറിയിൽ മാനസിക വിഭ്രാന്തിയിൽ ഒരു 15 വർഷത്തോളം ആ മുറിയിൽ കഴിച്ചുകൂട്ടി. ആ വീഡിയോ നമ്മൾ കാണുമ്പോൾ നമ്മുടെ ഉള്ളിനുള്ളിൽ ഒരു പിടച്ചിലുണ്ടാവും. എന്തുകൊണ്ടാണ് 15 വർഷത്തോളം അവരെ ആരും അറിയാതെ ആ മുറിയിൽ ഒറ്റപ്പെട്ട് കിടന്നത് എന്ന് ചോദിച്ചാൽ, ഈ പെന്തക്കോസ്ത് സമൂഹത്തിനോട് ചോദിച്ചാൽ അവർക്ക് ഉത്തരമില്ല. അല്ലാത്ത ആളുകളോട് ചോദിച്ചാൽ അവർക്ക് ഉത്തരമില്ല. ഒരു സമൂഹം, അതായത് നമ്മുടെ കേരളത്തിൽ ഇങ്ങനെ 15 വർഷത്തോളം ആരും അറിയാതെ അനാഥയായി അവർ സമൂഹത്തിൽ നിന്ന് ഒറ്റപ്പെട്ട് അവർ മറന്നു കളഞ്ഞ രീതിയിൽ അങ്ങനെ കിടക്കുക എന്ന് പറയുമ്പോൾ ഭീകരമായൊരു അവസ്ഥയാണ് നമ്മുടെ സമൂഹത്തിൽ. അവരെ പോകുന്ന ചർച്ചിലും ഒരു പാസ്റ്റർ പോലും ഇവരോട് വിളിച്ച് പറഞ്ഞില്ല. അത് പോരാഞ്ഞിട്ട് അവരുടെ സഭാ അംഗങ്ങൾ പോലും ഇവർ അന്വേഷിച്ചില്ല. അവർക്കൊന്നും പറയാമായിരുന്നു ഈ സംഘടനയോട് ഏറ്റെടുക്കാനായിട്ട്. അവരെല്ലാം കൈകൊഴിഞ്ഞു. ദശാംശവും സ്വസ്ത്രകാഴ്ചയും എടുക്കുന്ന പല സഭാവിഭാഗങ്ങളും ഇവരുടെ സഭകളും കൈകൊഴിഞ്ഞു. കാരണം അങ്ങനെ അവർ മറന്നുപോയി. പിന്നെ ഈ അവിടുത്തെ നാട്ടുകാരും ജനപ്രതിനിധികളും പഞ്ചായത്തുമാണ് ഇവരെ ഗിൽഗാൽ എന്ന അഭയകേന്ദ്രത്തിൽ എത്തിച്ചത്. അത് നല്ലൊരു കാര്യമാണ്. അത് തെറ്റ് എന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ അത് 15 വർഷത്തോളം ഇവരെ പാസ്റ്റർ നോക്കിയില്ല. 1 വർഷത്തോളം നമുക്ക് പോട്ടെ, 2 വർഷത്തോളം പോട്ടെ, എന്നിട്ട് പോലും ഒരു ഫോൺ കോൾ പോലും ഇവരെ ഏറ്റെടുക്കാനായിട്ട് ആ പാസ്റ്റർ ഒന്നും കാണിച്ചില്ല. അത് തെറ്റെന്ന് പറഞ്ഞാൽ തെറ്റാണ് തന്നെ. സഭാവിശ്വാസികൾ എവിടെ പോയി? ബൈബിളിൽ പറയുന്നുണ്ട്, നിൻ്റെ സഹവിശ്വാസിക്ക് നന്മ ചെയ്യുക എന്ന് ബൈബിളിൽ ഓരോ കൽപ്പനകളുണ്ട്.
ബൈബിൾ ഓരോ പ്രമാണങ്ങളുണ്ട്. നിന്നെപ്പോലെ നിൻ്റെ അയൽക്കാരനെ സ്നേഹിക്കുക എന്നുപോലെ പ്രമാണമുണ്ട്. സഹവിശ്വാസികളോട് സ്നേഹിക്കുക, അവരെ സഹായിക്കുക, അവരോട് കരുണ കാണിക്കുക എന്നൊക്കെ ബൈബിൾ ഓരോ വചനങ്ങളും എല്ലാം ഉണ്ട്. പക്ഷേ എന്ത് ചെയ്യാം, നമ്മുടെ പെന്തിക്കോസ്ത് സമൂഹങ്ങളിൽ ചില ആളുകൾ അവർക്ക് വേണ്ടപ്പെട്ട വചനങ്ങൾ എടുത്തു പ്രസംഗിച്ചു എല്ലാം പോരുന്നു. പക്ഷേ എല്ലാവരും ചോദിച്ചാൽ ഞാനൊരു വിശ്വാസിയാണ് എന്ന് മാത്രമേ എല്ലാവരും പറയും. പക്ഷേ ഈ ബൈബിൾ എന്ന അതിലെ കൽപ്പനകൾ എല്ലാവരും അനുസരിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ അത് ഇല്ല എന്ന് വേണമെങ്കിൽ പറയാം. കാരണം അല്ലെങ്കിൽ ഈ ഒരു സ്ത്രീ ഇത്ര വർഷത്തോളം അവർ കിടന്നത് എന്ന് ചോദ്യമാണ്. അതവർ ഏറ്റെടുത്തു. അങ്ങനെ അവർ ഒരു നല്ല ജീവിതത്തിലേക്ക് മടങ്ങി വരുന്നു. അതവിടെ നിൽക്കട്ടെ. അതുപോലെ തന്നെ ഒരു പാസ്റ്റർ അവരുടെ കുടുംബത്തിലെ മോളെ ചെറുപ്പത്തിൽ വിവാഹം കഴിപ്പിച്ചു വിട്ടു. വിവാഹം കഴിപ്പിച്ച് വിട്ട അവരുടെ കുടുംബം കുട്ടികളൊക്കെ ആയി. എന്നിട്ടും അവരുടെ കുടുംബജീവിതം ശരിയായോ? ഇല്ല. എപ്പോഴും വഴക്കും പ്രയാസങ്ങളിലൂടെ അവരുടെ കുടുംബജീവിതം പോയി. അവസാനം അവർ അടിയും വഴക്കുകയായി. അവസാനം ഈ സ്വന്തം പിതാവിനെതിരെ ഈ പെണ്ണ് കേസ് കൊടുക്കേണ്ട വന്നു. അതതിൻ്റെ ഒരു കോളിളക്കം സൃഷ്ടിച്ച ഒരു വാർത്തയാണ്. അത് ഞാൻ പറയുന്നില്ല, പറഞ്ഞാൽ അത് ശരിയല്ല. അങ്ങനെ ആ പാസ്റ്ററുടെ ജീവിതം തകർന്നു പോയി, അവരുടെ കുടുംബവും തകർന്നു പോയി ഈ ഒരു പെണ്ണ് കാരണം. ഇവർക്കൊരു മാനസികമായൊരു അസുഖമാണ്, ഒരു ബൈപോളാർ എന്നൊരു അസുഖമാണ് എന്നാണ് അവർ പറഞ്ഞത്. അങ്ങനെ അവരുടെ ജീവിതം അങ്ങനെ പോയി. അപ്പോൾ ഒരു പക്ഷേ ഈ പാസ്റ്റർക്ക് നേരത്തെ ഇവരുടെ അസുഖം ചികിത്സിച്ച് അല്ലെങ്കിൽ അതൊരു ഭേദമാക്കിയിരുന്നെങ്കിൽ ഒരു പക്ഷേ ഈ സ്വന്തം മകളുടെ ജീവിതം ഈ ഗതി ആയി പോകുമായിരുന്നില്ല. അപ്പോൾ അവർ പ്രാർത്ഥിച്ചാൽ നേരെയാകും എന്ന് പറഞ്ഞ് ചിലപ്പോൾ അവർ മരുന്ന് എടുക്കാൻ അവർ താല്പര്യം ഇല്ലാത്തതുകൊണ്ടായിരിക്കും ആ സ്വന്തം മകളെ ചികിത്സിക്കാത്തത് എന്ന് തോന്നുന്നു. എന്തായാലും അവർ ആ ചികിത്സ കൊടുക്കാത്തതുകൊണ്ട് അവരുടെ കുടുംബജീവിതം അവരെ സ്വന്തം പിതാവിന് തന്നെ വലിയൊരു അപകടത്തിലേക്ക് അവർ പോയി. അങ്ങനെ അവരുടെ ജീവിതം അങ്ങനെ പോയി. ഇത് ഞാനിവിടെ പറയുന്നത് എനിക്ക് ഇതുപോലെ അനുഭവങ്ങൾ ഉള്ളത് കൊണ്ടാണ് നിങ്ങളോട് പറയുന്നത്. എന്താണ് മരുന്ന് എന്തുകൊണ്ട് എടുക്കാത്തത്? നമ്മൾ വേദവസ്വം വായിക്കുമ്പോൾ ഈ ഭൂമി സൃഷ്ടിച്ചത് ദൈവമാണ്. ദൈവത്തിൻ്റെ സൃഷ്ടിയാണ് ഈ മനുഷ്യൻ. ആ മനുഷ്യന് കണ്ടുപിടിച്ച മരുന്നുകളും ദൈവത്തിൻ്റെ അംശമുണ്ട് എന്ന് ധരിച്ച് ഈ ഭൂമിയിലെ മരുന്നുകൾക്കും ജീവിക്കാൻ പറ്റും എന്ന അംശം ധരിച്ചുകൊണ്ട് നമ്മളത് കഴിക്കുന്നതുകൊണ്ട് എന്താണ് തെറ്റ്? അതൊരു ചോദ്യമാണ്. വചനത്തിൽ ആ മരുന്ന് കഴിക്കണ്ട എന്ന് ഒരിക്കലും പറയുന്നില്ല. പക്ഷെ എന്നാലും പണ്ട് ഒത്തിരി മരുന്ന് കഴിക്കാണ്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന ഒത്തിരി മരണങ്ങളും വിഷയങ്ങളും ഉണ്ടായ ഒരു സമൂഹമാണ് പെന്തിക്കോസ്ത് സമൂഹം. അതൊക്കെ ഏകദേശം മാറിക്കൊണ്ടിരിക്കുന്നു. പക്ഷെ എന്നാലും ഈ മാനസിക രോഗം അത് വലിയൊരു മാനസികരോഗത്തിൽ അത് നേരെ തിരിച്ചാണ്. അത് ഭൂതബാധയാണ്, അത് പ്രേതബാധയാണ്. ഇങ്ങനെ പറഞ്ഞ് ഒത്തിരി പെന്തിക്കോസ്ത് ഭവനങ്ങളിലും ഈ അസുഖം ബാധിച്ച ആളുകൾ ഇരുട്ടിൻ്റെ കോണിൽ ആരോരും അറിയാതെ മറന്നുപോയി അവർ ജീവിക്കുന്നു. എന്തുകൊണ്ട്? അതൊരു പൈശാചിക ശക്തിയാണ് എന്നുള്ള അബദ്ധ ധാരണയുടെ പുറത്താണ് അവർക്ക് ചികിത്സ കിട്ടാണ്ട് അങ്ങനെ പോകുന്നത്. ചിലർ വിവാഹം കഴിപ്പിച്ച് വിടുന്നുണ്ട്, എന്നിട്ടും വിവാഹം കഴിച്ച് ശരിയാവുന്നുണ്ടോ? ചിലത് ശരിയാവും, ചിലത് മാറുന്നില്ല എന്ന് പറയുന്നില്ല, മാറുന്നുണ്ട്. എങ്ങനെ നമ്മുടെ പെന്തിക്കോസ്ത് സമൂഹം രക്ഷപ്പെടും? എങ്ങനെ ഇത്ര അസുഖമുള്ളവരിൽ നിന്ന് അവരെ കുടുംബങ്ങളെ രക്ഷിക്കും? പക്ഷെ വിവാഹം കഴിപ്പിച്ച് കൊടുത്താലും തന്നെയും പല സഭകളും ഇവരെ തിരിഞ്ഞ് നോക്കാറില്ല. അതുപോലെ തന്നെ വേറൊരു സംഭവം അറിയാം. അതായത് ഒരു കുടുംബത്തിലെ ഭാര്യയ്ക്ക് അസുഖമാണ്. ആ ഭാര്യ നോക്കുന്നതാണ് ഭർത്താവ് മരണപ്പെട്ടു. സ്വന്തം സഭാവിഭാഗമായ പാസ്റ്റർ പോലും ആ മരണത്തിൽ പങ്കെടുത്തില്ല എന്നതാണ് വലിയൊരു വിരോധാഭാസം. എന്തുകൊണ്ട് പങ്കെടുത്തില്ല? ഒരു പക്ഷേ ഈ അസുഖങ്ങൾ അവർക്ക് മാറ്റുവാൻ
സാധിക്കില്ല. കാരണം പ്രവാചകന്മാരും വലിയ വലിയ രോഗശാന്തി ശുശ്രൂഷകന്മാരും ഈ മാനസികരോഗം ഭേദമാക്കിയിട്ടുണ്ടെന്നോ ഒരു അവകാശവാദവും പറഞ്ഞ് കേട്ടതായിട്ടില്ല. നാം ചിന്തിക്കണം. ദൈവത്തിനെ കൊണ്ട് മാറ്റുവാൻ കഴിയാത്ത രോഗമില്ല. പക്ഷെ അത് പ്രാർത്ഥിക്കുക. പക്ഷെ നമ്മൾ സമയാസമയം അതിനുള്ള ചികിത്സകൾ കൂടി നേരിടുക, ചികിത്സകൾ കൂടി ചെയ്യുക. ഞാൻ കമൻറ്റിൽ ഒരു ഗ്രൂപ്പിൽ ഇങ്ങനെ എഴുതിയപ്പോൾ ഒരു സഹോദരി ഇങ്ങനെ എഴുതി മറുപടി. അവർ പറയുന്നു, എൻ്റെ ചേച്ചിയുടെ മക്കൾ 2 മക്കൾ എൻ്റെ വീട്ടിലാണ്. അവർ ചില സമയത്ത് പൈശാചികമായിട്ടുള്ള ശബ്ദങ്ങളുണ്ടാക്കും, പുറപ്പെടുവിക്കും. അപ്പോൾ ഞങ്ങൾ പ്രാർത്ഥിക്കുമായിരുന്നു. ആദ്യ 36 വർഷത്തോളം ഞങ്ങൾ പ്രാർത്ഥന നടത്തി. പല ആളുകളും വന്നു, ഒത്തിരി പൈസ നഷ്ടമായി. അങ്ങനെ പോകുന്നു അവരുടെ പരിവേദനകൾ. അവർ പറയുന്നു, ഒത്തിരി ആൾക്കാർ ഞങ്ങൾ പഠിച്ചുകൊണ്ട് പോയി. ഇപ്പോൾ ഞങ്ങൾ ഇങ്ങനെ പുറത്തുനിന്ന് ആൾക്കാരെ വിളിച്ച് പ്രാർത്ഥിപ്പിക്കുന്നില്ല. അവർ സ്വന്തമായി പ്രാർത്ഥിക്കുന്നു, സ്വന്തം സഭാ പാസ്റ്റർ പ്രാർത്ഥിക്കുന്നു, അത്ര തന്നെ അവർ ജീവിതം പോകുന്നു. എന്നിട്ടും അവർക്ക് മനസ്സിലാവുന്നില്ല. എന്താണ് മനസ്സിലാവുന്നത്? എന്താണ് ബൈബിൾ? എന്താണ് വചനം? എന്താണ്? കണ്ണുകൾ തുറക്കൂ. നമ്മൾ ചികിത്സ തേടി ഇത്ര അസുഖം ഉള്ള ആളുകളെ നമ്മുടെ പെന്തക്കോസ്ത് സമൂഹത്തിൽ നിന്ന് മുന്നോട്ട് അവരെ വെളിച്ചത്തിലേക്ക് കൊണ്ടുവരാനുള്ള ഒരു കടമ നമുക്ക് എല്ലാവർക്കുമുണ്ട്. ദൈവം ഈ ഇരുട്ടിക്കിടക്കുന്നവരെ വെളിച്ചത്തിലേക്ക് കൊണ്ടുവരുന്നു. ഈ അസുഖത്തിൻ്റെ പിടിയിൽ അകപ്പെടുന്നവരെ നമുക്കും വെളിച്ചത്തിലേക്ക് കൊണ്ടുവരാൻ ഒരു ബാധ്യതയുണ്ട്, ഒരു കടമയുണ്ട്. ആമേൻ.